ഒറ്റ നാമയുള്ള ആശ്രയിപ്പാൻ യേശു ഉറക്കെ വിളിച്ചേ. മരണത്തെ ജയിച്ച ജയം Jesus, you are the only name. Jesus is the only name. ആ കരങ്ങളൊക്കെ സ്വർഗത്തിൽ ഉയർത്തിക്കൊണ്ട് ദൈവം നമുക്ക് നൽകിയ കരങ്ങളെ കർത്താവിന് വേണ്ടി ഉയർത്തിക്കേ. എല്ലാ മുഴങ്കാലും മടങ്ങും. യേശു മാത്രം കർത്താവ്. ആ ദൈവസ്ഥാനങ്ങളായിരിക്കുമ്പോൾ ആ ദൈവത്തിന് ഉയർത്തിക്കേ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരേ ഒരു നാം യേശു കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് the angel visitation to hear the power. The angels be here. ദൂതന്മാർ ഇറങ്ങുന്ന സാന്നിധ്യം യേശുന 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 കീഴേ. അതുകൊണ്ട് യേശുന 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 കീഴേ. അതുകൊണ്ട് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം. സ്തുതിയും സ്തോത്രവും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു നിമിഷം കരങ്ങളെ ഉയർത്തും. ആരാധന നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മറക്കാൻ കഴിയാത്തൊരു ആരാധനയായി മാറട്ടെ. നാം നിൽക്കുന്നത് മനുഷ്യന്റെ മുൻപിൽ അല്ല രാത്രി നിൽക്കുന്നത്. ഓ ഗോഡ്, ഹല്ലേലൂയ. നാം നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇന്ന് രാത്രി നിൽക്കുന്ന ബോധ്യമുള്ളവർ അധരങ്ങളെ തുറന്ന് കർത്താവിന് രാത്രി നന്ദി കരച്ചിക്കാട്ട്. ഹല്ലേലൂയ. He is worthy to be praised. He is worthy to be praised. തിരുവചനം ഇങ്ങനെയാ വായിക്കുന്നത്, ദൂതന്മാർ മൂപ്പന്മാർക്ക് തങ്ങൾക്ക് വിലയേറിയതായി ലഭിച്ച കിരീടങ്ങളെ അവർ താഴെയിട്ട് കർത്താവിനെ ആരാധിച്ചു. ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. ഇന്ന് രാത്രി ആ നാമം ഇതിനകത്ത് ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവയെ പരസ്യ കാഴ്ചയാക്കിയ നാമം. കാൽവരിയിൽ ജയവും ഉത്സവവും കൊണ്ടാടിയ നാമം. A time of communion and fellowship with the Lord. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ ഇന്ന് രാത്രി നാം മടങ്ങി പോകരുത്. For you are glorious and worthy to be praised. You are the Lamb upon the throne. രാത്രി നമ്മുടെ ഹൃദയം ഒന്ന് നിറഞ്ഞൊഴുകട്ടുന്ന രാത്രി. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയും പോലെ ജീവജലത്തിന്റെ നദികൾ. രാത്രി ഹൃദയത്തിന്റെ ഭാഷ കർത്താവിനോട് പറഞ്ഞ You are glorious and you are worthy to be praised. You are the Lamb upon the throne. Glory, glory to be praised. You're the Lamb
the throne. And unto you we lift us to pray in the Lamb upon the throne. The Lamb upon the Lamb upon the throne. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് മുമ്പിൽ ഈ ആരാധനയ്ക്ക് വന്നിട്ട് ഞാനൊരു ദൈവിക സ്പർശനം അനുഭവിച്ചില്ലെന്ന് ആരും പറയരുത്. അതരങ്ങളെ തുറന്ന ഭാഷകൾ കർത്താവിനോട് സംസാരിച്ചു. യെസ്, His glorious presence is among us this evening. Shatala Rabakasiyata Shuda Shakara നമ്മെ നന്നായി അറിയാകുന്നവൻ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുക. ഓ ജീസസ്, പ്രാർത്ഥിച്ചു. എല്ലാ അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു. അന്യഭാഷകൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ നിന്ന് രാത്രി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് ദൈവിക വിടുതലുകൾ നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. In the mighty name of Jesus. ജീവിതത്തിന്റെ അകത്ത് ദൈവിക എൻകൗണ്ടറിന്റെ പകലായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. വൈഡൽ പ്രമാദനഗണഗസിയാദനാധിയാര വൈശസ്കമനിയാധര പ്രമദനഗണഗസിയാര. അതരങ്ങളെ തുറന്നടുത്തൊരു മിനിറ്റ് അന്യഭാഷക ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗബന്ധനങ്ങൾ രാത്രി നിനക്ക് തടിയട്ടെ. രോഗശക്തികൾ രാത്രി വിട്ടുമാറട്ടെ. വചനം പറഞ്ഞവനെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. സകല രോഗങ്ങളെ യേശു ക്രൂശിൽ വഹിച്ചു എന്ന ദൈവത്തിന്റെ വചനമാണ്. രോഗശക്തികൾ അരിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ രാത്രി അടിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൗലോസ് ആണലിയെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു. അവന് ദോഷമൊന്നും ഭവിച്ചില്ല. ദോഷം വരുമെന്ന് അവൻ നോക്കി നിന്നവർ അവൻ അമ്പരന്നു പോകത്തക്കവണ്ണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതിനെ രാത്രി കുടഞ്ഞുകള. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് ക്ഷയത്തിന്റെ ആരാധനയായി മാറട്ടെ. വിടുതലിന്റെ ആരാധനയായി മാറട്ടെ. ദൈവപ്രവൃത്തിയുടെ ആരാധനയായി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങൾ അവൻ കുടുംബങ്ങൾക്കകത്ത് ദൈവ പ്രവർത്തിക്ക് നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം, ദൈവശക്തിയുടെ വ്യാപാരം, ദൈവശക്തിയുടെ വ്യാപാരം. ഇന്ന് രാത്രി ആരാധന മധ്യേ എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്നുള്ളതാണ്. ആ കരമൊന്ന് ഉയർന്നിരിക്കട്ടെ. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്നുള്ള എന്ത് വിഷയമായിക്കൊള്ളുന്നത്? ഒരു പക്ഷേ നമ്മുടെ വിഷയം sometimes many of our situation we can't share with others, but still God knows our situation. നമ്മുടെ സാഹചര്യം ദൈവം നന്നായി അറിയുന്നു. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന ദൈവമാണ്. He same yesterday, today and forever. ഭാരങ്ങളെ, ഹൃദയത്തിന്റെ അകത്തുള്ള ഭാരങ്ങളെ പോലും, നിനക്ക് ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത വേദനകളെ പോലും അവൻ എടുത്തു മാറ്റാൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് പകൽ ആത്മാവിന്റെ ഭയങ്കര സ്വാതന്ത്ര്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ഇന്ന് രാത്രി ആ നാമത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആ നാമത്തിന് ശക്തിയുണ്ട്. The name above every other name. നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, നിന്റെ സാഹചര്യത്തിന് മേളിലാ യേശുവിന്റെ നാമം. ഒന്നിച്ച് രാത്രി പ്രാർത്ഥിക്കുക. വളരെ മനോഹരമേറിയ നല്ല ഈ വൈകിയ സമയത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. I thank God for giving us this wonderful time in His presence this evening. എത്ര പേർക്ക് ഇന്ന് രാത്രി ശരിക്കും ഒരു സന്തോഷമുണ്ട്? How many of you are really happy? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എവിടെയെങ്കിലും സന്തോഷിക്കാൻ നമുക്ക് വകയുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലാണ്. I always say that if we have any reason to be happy, it is always in the presence of God. എപ്പോഴും സീസണുകൾ അനുകൂലമായിരിക്കണമെന്നില്ല. Not every season might be for you. രാമൻ പറഞ്ഞേ. Amen. പക്ഷെ നമ്മുടെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ അകത്ത്, നമ്മുടെ വാലീസിൻ്റെ അകത്ത് നമ്മ എങ്ങനെ ദൈവത്തിൽ നിൽക്കുന്നെന്ന് കർത്താവ് നോക്കും, പിശാച് നോക്കും. But in the midst of every valley and every opposition, the devil and God look at your position. ഈ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അകത്ത് ദൈവജനം അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമുണ്ട്. There's a problem that the people of God went through in the book of 2 Chronicles chapter 20. 3 ശക്തികൾ ദൈവജനത്തെ നേരിടുകയാണ്. There were 3 forces that opposed the children of God. അതിനെ പറ്റി യഹോശാഫാത്ത് പറഞ്ഞൊരു പദമുണ്ട്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. And in the midst of that, there was something that Jehoshaphat said. He said, we do not know what we should do. അങ്ങനത്തെ ഒരു സീസൺ. It was such a season. പക്ഷെ അതിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു ഇൻസ്ട്രക്ഷൻ ദൈവജനത്തിന് കൈമാറുകയാണ്. But even in the midst of that, God is giving the people of God an instruction. നീ യുദ്ധം ചെയ്യേണ്ട, യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിന്റേതാണ്. The battle is not yours, the battle is God's. പക്ഷെ അതിന് മധ്യേ നീ ആ സീസണിന്റെ അകത്ത് ചെയ്യേണ്ട ഒരു കാര്യം ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് കൈമാറുന്നുണ്ട് അവിടെ. But the Spirit of God hands them over an instruction that they should do during that season. അവൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ, അവൻ ഇരുണ്ട സാഹചര്യം ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവജനം ഒന്നിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചുവെന്ന വചനത്തിൽ വായിക്കുന്നത്. Even in the midst of that problem, the Bible says that the people of God sang praises to God. ഇന്ന് പകല് ദൂത് പറയാനുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് നീ അഭിമുഖീകരിക്കുന്ന ഏത് സാഹചര്യമാണോ, ആ സാഹചര്യത്തിനകത്ത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ നീ ഊർജം സംഭരിച്ചാൽ അതിന്റെ മധ്യേ നിനക്കൊരു ജയമുണ്ടായിരിക്കും. This is a prophetic word for you, that if you can bring the Spirit to have to praise God in the midst of your problem, God will bring you out of that problem. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് അവൻ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു വേണം നീ ഇരിക്കാൻ. നീ ഇരിക്കുന്നത് മനുഷ്യന്റെ മുൻപിലല്ല, സർവശക്തന്റെ മുൻപിലാണ്. During this time of worship, you should be giving praises to God, because you are not sat before a man, you are sat before God. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ട കുറെ, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് കണ്ട കുറെ കാര്യങ്ങൾ ഭയങ്കര അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. Over these last few days and the last few weeks, there are some things that are happening in our families that I thought was wonderful. ഈ സാന്നിധ്യവുമായി കണക്ട് ആയി നിൽക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ ഇടപാടുകൾ ദൈവം ചെയ്യുന്ന ഞാൻ കണ്ടു. I'm seeing many supernatural interventions in the lives of the people that are connected to the heart of God. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും അതിനകത്ത് സംഭവിക്കട്ടെ. അവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന് സ്വർഗം നിനക്ക് തെളിയിക്കുന്ന രാത്രിയായി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. May tonight be a night where God reveals to you that He is for you. രാമേ പറഞ്ഞേ. Can we say amen? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ വേണം ഇരിക്കാൻ. That is why when we sit in the presence of God, you must sit with an expectation. ആര് വചനം പറയുന്നു എന്നുള്ളതല്ല. It is not about who is preaching. We are in the presence of God. കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നാം ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. Because we are sat in the presence of God, He is a wonder working God. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. I'll tell you something that I believe. നിന്റെ മുഖം വാടാൻ അവൻ സമ്മതിക്കുകയില്ല. He will never allow your face to ഞാൻ രാത്രി പദം ഒന്നുകൂടെ പറയുക, നിന്റെ മുഖം വാടാൻ അവൻ സമ്മതിക്കുകയില്ല. He will never allow your face to be gloomy. അടഞ്ഞ വഴികൾ അവൻ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാണ്. He is opening ways that will close. ഇത് ആരോടുള്ള ദൈവശബ്ദമായി ഇന്ന് രാത്രി. This is a prophetic word for യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. in the mighty name of Jesus. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I want to thank God for everyone that is taking part in this. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ അവറുകൾ ഇന്ന് രാത്രി ആരാധനയ്ക്ക് സംബന്ധിക്കുന്നു. കർത്താദാസൻ ചില നാളുകളായി ആമേൻ ഈ രാജ്യത്തായിരിക്കുന്നു. പ്രിയ കർത്താദാസന്റെ മകൻ ശ്രേയസ് ആമേൻ ഇതിൻ്റെ പരിസരത്ത് വെല്ലിംഗ്ബ്രോയിൽ താമസിക്കുന്നു. ചില ആഴ്ചകൾ മുമ്പ് പരിചയപ്പെടാൻ കർത്താവ് അവസരം നൽകി. പ്രിയ ആൻറ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട്
അവരിന്ന് രാത്രി ആരാധന സംബന്ധിക്കുന്ന പാസ്റ്റർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് വിത്ത് അസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മോനെ ഓഡിയോ ഒരു സെക്കൻഡ് കട്ട് ചെയ്യുമോ? ഓഡിയോ ഒരു സെക്കൻഡ് കട്ട് ചെയ്യുമോ? സ്തോത്രം. എല്ലാവരും ഓർത്ത് ചിന്തിച്ചു വന്ന ദൈവജനത്തിൻ്റെ ആ കണ്ടിന്യൂവേഷൻ ഈ മാസം എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വചനത്തെ തുടങ്ങിയതാണ്. ആ വചനം, സ്തോത്രം, ഹല്ലേലൂയ, ഇപ്പോഴും ആ ഭാഗത്ത് ചെല്ലുമ്പോൾ ഒരു ഉറവ ഇങ്ങനെ നിൽക്കാതെ അവിടെ നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ച് വന്ന വേഗത്തൊരു 10 മിനിറ്റ് കൊണ്ട് അതിനൊരു കണ്ടിന്യൂവേഷൻ പറഞ്ഞിട്ട് ചില മിനിറ്റുകൾ കർത്താവ് ദാസ വചനം സംസാരിക്കും. വളരെ പ്രാർത്ഥനയോട് നിരാത്രി ദൈവസ്നേഹിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചെന്ന വചനം, അകത്ത് കിടക്കുന്നവർ, ഹല്ലേലൂയ, ഒന്ന് അത് നമ്മൾ ചിന്തിച്ചെന്ന വിഷയം ഏതാണ്? For those of you that can remember what we have been talking about for the last few weeks, what was it? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. Hallelujah. Of the spirit of life. സ്തോത്രം. റൂവാക് ഹക്കദോഷ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വ്യാപരിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life that is working within us. ഞാൻ കഴിഞ്ഞ 3-4 ആഴ്ചകളായി ഈ ഭാഗത്താണ് നിൽക്കുന്നത്. This is the place that we have been touching over the last few weeks. നമ്മൾ ആ വായിച്ച കുറിവാക്യം ഒന്നുകൂടെ പെട്ടെന്ന് വായിക്കാം. Let's go back to the verse that we initially read. റോമലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Romans chapter 8 verse 1 and 2. Therefore there is now no condemnation for those who are in Christ Jesus. രാത്രി ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണേ. For those who are in Christ Jesus. രാത്രി ക്രിസ്തുവിലാണ് ഞാനെന്ന് ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാൽ. For those of you that are aware that Christ is in you, can you lift your hands and say amen? ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവവേദന മറക്കരുത്. You are in Christ. For the born again child of God that has been baptized, you are in Christ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊലോസ്യർ വായിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഇന്ന് രാത്രി സമയം കുറവാ, നിങ്ങൾ എന്റെ കൂടെ പെട്ടെന്ന് വരണം. ക്രിസ്തു എവിടെയായിരിക്കുന്നത്? ഇന്ന് രാത്രി അവരവരുടെ ദേഹത്തൊന്ന് കൈവച്ചിട്ട് എന്നിൽ വസിക്കുകയാണ്. That's why the Bible says in the book of Colossians, Christ in me, the hope of ഇതാ നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. This is what makes us different from other people. രാമൻ പറഞ്ഞേ, Can we say amen? നമ്മളെ വ്യത്യസ്തനാക്കുന്ന ഈ ഒരു ഘടകമാണ്. This is what makes us different. ക്രിസ്തു നമ്മളിൽ ഇരിക്കുകയാണ്. Christ is in us. അതുകൊണ്ട് യോഹന്നാന സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾക്കകത്ത് യേശു കർത്താവ് ഗൗരവമുള്ള ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. That is why Jesus teaches something very serious in the book of John. ഞാൻ പലപ്പോഴും ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. I've repeated that here many times. യേശു പറയുക, ഞാൻ പിതാവിലും Jesus is saying, I am in Christ പിതാവ് എന്നിലും and Christ is in me. എന്നതുപോലെ, and in the same way, ഓക്കേ, യേശു പറയുകയാണ്, എൻ്റെ ലൈഫ് ഞാൻ പിതാവിലായിരുന്നു, പിതാവ് എന്നിലായിരുന്നു. Jesus said, my life I was in the Father and the Father was in me. എന്നതുപോലെ, and in the same way, നിങ്ങൾ എന്നിലും you are in me ഞാൻ നിങ്ങളിലും. and I in you. മനസ്സിലാവുന്നുണ്ടോ? Do you understand that? ഇതൊക്കെ അകത്ത് പിടിക്കാൻ കഴിവുള്ള ചുമ്മാതിരിക്കുകയല്ല. നിന്റെ അകത്ത് ഈ വചനം ഇന്ന് രാത്രി കത്തി ഇറങ്ങട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. യേശു പറയുകയാണ്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുകയാണ്. Jesus said, I am in you and you are in me. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു നമ്മുടെ അകത്ത് വസിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിന് നിന്നെ ഒതുക്കാൻ പറ്റുമോ? Can I ask you something, that if Christ is really in you, can any situation limit you? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗം മറക്കല്ലേ. Don't forget what we talked about last week. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ അകത്ത് വ്യാപരിക്കുക. The law of the spirit of life is working. ഒരു മരണശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. No power of death can bring you in bondage. കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച വചനം ഓർക്കുന്നുണ്ടോ? Do you remember what we touched on last week? നിങ്ങൾ മറന്നെന്ന് തോന്നുന്നത് കൊണ്ട് ഒരു വാക്യം മാത്രം പറഞ്ഞേച്ച് ഇന്ന് രാത്രി പറയേണ്ട ദൂത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. I'll touch on that verse because I'm thinking you have forgotten. ആമേൻ. നീണ്ട ദിവസങ്ങൾ സൂര്യനെ ചന്ദ്രനെ കാണാതെ ആമേൻ ജീവൻ രക്ഷപ്പെടുമെന്ന് ആശ നശിച്ച് അവസാനം പൗലോസും ആമേൻ 200 ചില്ലുവാനം ആളുകളും മാൾട്ടേ വന്നു. For
for around a few days, Paul and the islanders that were with him, they are looking and they have not seen the sun for many days. They have lost hope. Now they have arrived at the island of Malta. അവിടെ കാണുന്ന ഭാഗം ഇതാണ്. രാണലി പൗലോസിന്റെ കൈമേൽ ചുറ്റി. And the Bible says that a snake wrapped around the arms of Paul. മെലീത്ത ദ്വീപുകാർ എന്നാ പറഞ്ഞറിയാമോ? Do you know what the islanders on the ഇവൻ island രക്ഷപ്പെട്ടു വന്നിട്ട് നീതിദേവി അവനെ വിടുന്നില്ല. They said that this man has fled from the God. ഇവൻ മരണയോഗ്യൻ. He is walking in death. എല്ലാവരും നോക്കി നിൽക്കെ ഇവൻ ഇപ്പം ചത്തു വീഴും. Everyone look at him, he is about to fall dead now. പക്ഷെ അകത്തു വ്യാപരിക്കുന്നത് ജീവന്റെ പ്രമാണമാണ്. But what is manifesting in him is the മരണശക്തിക്ക് അവനെ തൊടാൻ കഴിയത്തില്ല. No power of death can touch him. അവിടെ വായിക്കുന്ന പൗലോസ് ആ ജന്തുവിനെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു. അവന് ഒരു ദോഷവും സംഭവിച്ചില്ല. The Bible says that Paul shook the viper off into the fire. നിന്റെ അകത്തു വ്യാപരിക്കുന്നത് മരണത്തിന്റെ പ്രമാണമല്ല, ജീവന്റെ പ്രമാണമാണ്. It is not the law of death that is working within you, it is the law of the spirit of life. റോമലേഖനം 8:2 Romans chapter 8 verse 2. വായിച്ചോനെ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. For the law of the spirit of life in Christ Jesus. നമ്മൾ വ്യാപരിക്കുന്ന പ്രമാണം ഏതാ? What is the law that is working within ഒരിക്കലും us? മറക്കല്ലേ. Don't ever forget this. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life. ഏത് പ്രതിസന്ധിയെ നീ നേരിട്ടാൽ ഈ വെളിപ്പാട് അകത്തുണ്ടെങ്കിൽ നീ പുറത്തു വന്നിരിക്കും. No matter what problem you face, if you have this revelation within you, you will come out. ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുന്ന വ്യക്തിയാണ്, പരിശുദ്ധാത്മ നിറവുള്ള വ്യക്തിയാണെങ്കിൽ എല്ലാം നിനക്ക് ഈസി ആയിരിക്കത്തില്ല. I'll tell you something, that if you are someone that carries the power of God, not everything will be easy for you. പ്രശ്നം കണ്ടേക്കാം. There may be problems. പ്രശ്നമില്ലെന്നല്ല, പ്രശ്നം കണ്ടേക്കാം. It is not that there was no problem. പക്ഷെ അതിനകത്തൊരു ദൈവാലോചന പറയാനുണ്ട്. അത് നിന്നെ ഏശാതെ നീ അതിനകത്ത് പുറത്തു വന്നിരിക്കും. But in the midst of that, it would not touch you. You will have no harm from it. You will come out. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, If we come to the book of Acts chapter 8, 7-8 അധ്യായം വരുമ്പോൾ സഭ ഭയങ്കര പ്രശ്നത്തെ നേരിടുക. in the books of chapter 7 verse 8 and 8, the church is going through a big problem. ഭയങ്കര പ്രതിസന്ധി, പെർസിക്യൂഷനെ സഭ നേരിടുകയാണ്. They are facing many persecutions during that time. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. In chapter 8 they killed Stephen. ആമേൻ. നോക്കിയേ, ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ സ്തെഫാനോസിനെ കൊന്നുകളഞ്ഞു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളി അടക്കാൻ പോലും ബുദ്ധിമുട്ട് അവർ നേരിട്ടെന്ന് എനിക്ക് തോന്നിയത്. When I was meditating on that, I even thought that they struggled to bury him. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ chapter 8, ഭക്തിയുള്ള അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. in chapter 7 they stoned and killed Stephen. 8-ാം അധ്യായം പ്രാരംഭവാക്യം വായിക്കുന്ന ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്തു. In the first few verses of chapter 8, the Bible says the people of God, they buried him. ഒന്ന് വേണേ വായിച്ചു. 8-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം Acts chapter 7 1-2 വാക്യങ്ങൾ verse 1 and 2. പെട്ടെന്ന്. ഇത് ഉള്ളത് തന്നെ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് വന്ന് പാർക്കും മുൻപേ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായമാണോ? അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അടുത്ത വാക്യം. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് മതി. നമുക്ക് ചരിത്രം ഏറെക്കുറെ അറിയാം. We already know this story. ദൈവസഭ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ മക്കൾ, കർത്താവിന്റെ ശരീരമാകുന്ന സഭ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയാതെ അവൻ ഹല്ലേലൂയ പ്രതിസന്ധികൾക്കകത്ത് നിൽക്കുകയാണ്. The body of Christ that is saved and born again, they are facing a situation where they cannot move forward. ഇതിനെ അടച്ചു കളയാൻ പിശാച് ശ്രമിക്കുന്നത്. The devil is trying to block this movement. ഈ അപ്പോസ്തലപ്രവൃത്തിക്കകത്ത് പലയിടത്തും നഗരം ഒന്നിച്ചിളകി, പൗലോസിനെതിരെ ശിഷ്യന്മാർക്കെതിരെ നഗരം ഇളകി എന്ന് വായിക്കുന്നുണ്ട്. In the book of Acts, the Bible even says that hell was loosened upon the church. നഗരം ഒന്നിച്ചിളകി എന്ന് വായിക്കുന്നിടത്തല്ല എനിക്കൊരു കാര്യം മനസ്സിലായി. നഗരം വെറുതെ ഇളകിയതല്ല,
നരകം ഇളകിയത് കൊണ്ടാണ്, നരകത്തിനിളക്കം തട്ടിയത് കൊണ്ടാണ് ഇവിടുത്തെ പട്ടണം ഇളകിയത്. I understood that it is because hell was loosened upon them, that all hell came together and unleashed themselves upon them, that it was that city felt the movement of നിങ്ങൾ God. എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? നോക്കിയേ, ജീവന്റെ പ്രമാണം വ്യാപരിക്കുക. The law of the spirit of life is working within them. ഭയങ്കര പ്രതിസന്ധിയെ നേരിടുക. They are facing persecution. പൗലോസ് വീടാന്തരം കയറി കർത്താവിന്റെ ശിഷ്യന്മാരെ വലിച്ചിഴച്ച് കാരാഗൃഹത്തിലാക്കുക. And Paul has entered the houses and he is grabbing people and throwing them into prison. എല്ലാരും പറഞ്ഞു തീർന്നെന്ന്. Everybody is telling them that this is എല്ലാരും ചോദിച്ചു, നിന്റെ വാക്കത്ത് എന്ത് ചെയ്യടാ? Everyone's asking, where are the promises of God upon your life? എല്ലാരും ചോദിച്ചു, നീ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? Everyone are asking, how will you move forward? ഭയങ്കര ആശയക്കുഴപ്പങ്ങളാണ്. They are doubting, they are hopeless. ഇങ്ങനത്തെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ദൈവം അടുത്തൊരു സ്റ്റെപ്പ് ഒരുത്തരെ കൊണ്ട് വെപ്പിക്കുക. But in the midst of that situation, God is making another person take a step forward. ഫിലിപ്പോസിനെ ശമരിയ അയക്കുക. God sends Philip to Samaria. ഇന്ന് രാത്രി ദൂത് എനിക്ക് പറയാനുണ്ട്. This is a prophetic word. തീർന്നെന്ന് എല്ലാവരും പറയുമ്പോൾ, Even when people say this is the end, ദൈവം നിന്നെ കൊണ്ട് അടുത്തൊരു സ്റ്റെപ്പ് വെപ്പിക്കും. God is making you take a next step. തീർന്നെന്ന് എല്ലാവരും പറയുമ്പോൾ അവൻ തീരുകയല്ല, ദൈവം അടുത്തൊന്നിന് തുടക്കമിടുകയാണ്. When everyone says this is the end, this is not the end. God is making you take the next step. ഇന്ന് രാത്രി തന്റെ ഇടമുള്ളവർ വിളിച്ചു തീരുകയല്ല, തുടങ്ങാൻ പോകുക എന്ന് പറ. For those of you that have confidence, തീരുക. നീ ഏത് സാഹചര്യത്തെ അഭിമുഖീകരിച്ചാലും തീരുകയല്ല, അവൻ തുടങ്ങുകയാണ്. declare to yourself that this is not the end. I have only just started. ഇന്ന് രാത്രി ദൈവശബ്ദം പറയാം. I'll tell you the voice of God. ഞാൻ കർത്താവിന് കേട്ടൊരു പദമാണ്. This is the voice that I heard from God. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിക്കുന്നത് കൊണ്ട് you are unstoppable and you are limitless in the name of Jesus. Because the law of the spirit of life is working within you, you are unstoppable. തന്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, I am unstoppable and I am limitless. ഒരു ശക്തിക്കും എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. If you have confidence, declare to yourself that I am unstoppable, I am limitless, nothing can stop me. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ വന്നു. Philip is now coming to the city of Samaria. തീർന്നെന്ന് പറഞ്ഞെടുത്ത് ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചു വിടുക. When people said it was the end, God raised up a man and he is giving him a calling. അതിന് 8-ാം അധ്യായം 6-7 വായിച്ചേ. Chapter 8 verse 6 and 7. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. 8-ാം വാക്യം വായിച്ച സമയം കുറവുണ്ട്. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. തീർന്നെന്ന് പറഞ്ഞിടത്ത് ദൈവം ഒരുത്തനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുക. When people had said it was the end, God is making someone take another step. ഇന്ന് രാത്രി എനിക്ക് ഇത് ആരോടോ ദൈവം ഇന്ന് രാത്രി ഇടപെടുക. God is speaking to someone here. തീർന്നെന്ന് പറഞ്ഞിടത്ത് തീരുകയല്ല, ദൈവം ഒരു പുതിയ അധ്യായം നിനക്ക് വേണ്ടി തുറന്നു തരും. At the time they said it was your end, God is opening a new യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ in the mighty name of Jesus. ഫിലിപ്പോസിനെ വെച്ച് ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികൾ ശമരിയ പട്ടണത്തിൽ ചെയ്യുക. God performed mighty miracles through the hands of Philip in the city of Samaria. ഈ ശമരിയ പട്ടണത്തെ കുറിച്ച് പഠിച്ചാൽ ചില വിശദമായി സംസാരിക്കേണ്ട ഭാഗമാണ് ശമരിയ പട്ടണം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. I won't touch the city of Samaria, but if you study it, it's a great city. ഒരു പോസിബിലിറ്റിയും ഇല്ലാത്തടത്ത് ദൈവം ഒരുത്തരം കൊണ്ട് അസാധാരണമായ കാര്യം ചെയ്യുക. In a place where there was no possibilities, God is making somebody do something extraordinary in that city. ആമേൻ. പാരലൈസ് ആയവർ സൗഖ്യമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ദുരാത്മാവ് ബാധിച്ചവർ വിട്ടുപോകുന്നു. അസാധാരണമായ ദൈവപ്രവർത്തികൾ അവിടെ വായിക്കുന്ന പട്ടണത്തിന് തന്നെ മഹാസന്തോഷമുണ്ടായി. People that were paralyzed were healed, the demon possessed were delivered. The Bible even says that that city was there was a great joy in that city. എല്ലാം തീർന്നു എന്ന് പറഞ്ഞൊരു ഭാഗം. At a time when everybody said this was the end. ഇപ്പുറത്ത് മാറി ദൈവം വലിയ വാതിൽ തുറക്കുക. But right here God is doing something great. ഇന്ന് രാത്രി ഇതിനകത്ത് ആരോട് ദൈവം ഇടപെടുകയാണ്? ആമേൻ. തീരുകയല്ല, ദൈവം തുറക്കുകയാണ്. God is speaking to someone here tonight. ചില സാഹചര്യം കാണുമ്പോൾ നമുക്ക് തോന്നും തീരുകയാന്ന് വിചാരിക്കും. When you look at some situations, you might think that this is the end. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി ഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. In our personal lives, we have seen
many ഇനി prophets like this. ഇനി അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനില്ലല്ലോ ദൈവമേ എന്ന് ചിന്തിച്ച ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. There were many times where we thought, God, there is no step forward. പക്ഷെ അതിനകത്തെല്ലാം ദൈവം പഠിപ്പിച്ചൊരു പാഠമുണ്ട്. തീരുകയല്ല കുഞ്ഞേ, അവൻ ഞാൻ തുടങ്ങാൻ പോകുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. But in the midst of that, God taught us that this is not the end. I have just started. അവൻ നിന്നെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. There is no power that can hold you back. ഞാൻ ആ ഭാഗം എനിക്ക് വിശദീകരിക്കണമെന്നുണ്ട്. അവൻ ഇത്രയാ പറഞ്ഞ അവസാനിപ്പിക്കാം. I'd like to end with this. ശമരിയ ഭയങ്കര ഉണർവ് നടക്കുക. There is a revival in the city of ഇവൻ യെരൂശലേമിൽ നിന്ന് പത്രോസിനും യോഹന്നാനും വരേണ്ടി വന്നു. Now then Peter and John had to come from the city of ആ Jerusalem. ഭാഗം എല്ലാം കഴിഞ്ഞ് താഴോട്ട് വായിക്കുമ്പോൾ ഫിലിപ്പോസിനോട് കർത്താവ് പറയുകയാണ്, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക. Now, then God is telling Philip, go to this city that ആ I'm taking you to. പോന്ന വഴിക്ക് അവൻ ഹല്ലേലൂയ ദൈവം ഒരുത്തനെ അവൻ എത്യോപ്യക്കാരൻ ഷണ്ണനെ വിടുവിക്കാൻ ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിക്കുക. And God is then using Philip to speak to a Ethiopian eunuch on the way. നമുക്ക് ചരിത്രം അറിയാം. We know that story. അവൻ എത്യോപ്യക്കാരൻ ഷണ്ണൻ സുവിശേഷം കേട്ട് അവൻ അന്ന് സ്നാനപ്പെട്ടു. This Ethiopian eunuch heard the gospel and he was baptized. അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, The next verse reads like this. ഫിലിപ്പോസിനെ പിന്നെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. The Bible says the Spirit of God took Philip. എത്ര പേർക്ക് ആ ഭാഗം അറിയാം? How many of you know that verse? ഫിലിപ്പോസിനെ ആത്മാവ് 38 വാക്യം വായിച്ചേ. Verse 38. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. The Spirit of the Lord caught away Philip. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ഭാഗമുണ്ട്. In John chapter 3 there is a verse like this. കാറ്റ് എവിടുന്ന് വരുന്നുവെന്നും We don't know where the wind comes from എങ്ങോട്ട് പോകുന്നുവെന്നും and where it goes, ഇങ്ങനെ ആകുന്നു. and we are just like that. ആത്മപ്രമാണത്തിൽ ജീവിക്കുന്നവൻ ഇങ്ങനെ. And the people that walk in the Spirit are just like the wind. നിന്നെ ഒരു സ്ഥലത്തിന്റെ പരിമിതിക്കകത്ത് ഒതുക്കാൻ കഴിയത്തില്ല. No limitation of any place can limit you. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവന്റെ പ്രമാണമാണെങ്കിൽ If it is the Spirit of the law of life, സാഹചര്യങ്ങൾക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. no situation can limit you. പട്ടണ ശക്തികൾക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. Power of any city can limit you. ആത്മാവിൽ ജീവിക്കുന്നവൻ ഇങ്ങനെ. This is what the life of someone that walks in the Spirit is. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൽ നിന്ന് കയറി വന്ന ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. The Bible says that as Philip came up out of the water, the Spirit of God caught him away. പിന്നെ അവനെ അസ്തോദിലാ കണ്ടത്. And they later saw him at another city. ഞാൻ ആ ഭാഗം ധ്യാനിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ ദൂരമുണ്ട് ഈ ഫിലിപ്പോസ് എന്ന സ്ഥലവും അസ്തോദുമായിട്ട്. When I was meditating on this, I was wondering what was the distance from this place that Philip was at first and the place where the Spirit of God took him. കുറഞ്ഞാലും 10-35 കിലോമീറ്റർ ഉണ്ട്. At least it is 10-35 kilometers. നടന്നാൽ 6-7 മണിക്കൂർ വേണം. For you to walk that distance, it would take you 6 hours. ആത്മാവിൽ സഞ്ചരിക്കുന്നവന് ദൂരം വിഷയമല്ല. But for someone that is walking in the Spirit, that distance is not a ഇന്ന് problem. പകൽ ആത്മാവിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ അകത്ത് ജീവന്റെ പ്രമാണം വ്യാപരിക്കുന്ന വ്യക്തിയാണോ നീ? സ്ഥലത്തിന്റെ പരിമിതികൾക്കോ സാഹചര്യങ്ങൾക്കോ അവൻ നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൂതാരോ ദൈവം ഇടപെടുകയാണ്. നിന്റെ കാലുകൾക്ക് അവൻ വേഗത വർദ്ധിപ്പിച്ചു തരും. If you are someone that walks in the Spirit, there is no boundary that can limit you. God is bringing speed to your feet. ദൈവവചനത്തിൽ ഇങ്ങനെ ഭാഗം വായിക്കാൻ കഴിയും. ഏലിയാവിന്റെ ചരിത്രത്തിന്റെ അകത്ത് The Bible says in the history of Elijah, കർമ്മേലിന്റെ മലമുകളിൽ അവൻ ഹല്ലേലൂയ അവൻ ദൈവശബ്ദം ആഹാബിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ രഥം പൂട്ടി ഓടിക്കോ, അവൻ വലിയ മഴയുടെ മുഴക്കം എനിക്ക് കേൾക്കാം. Elijah told King Ahab on the top of Mount Carmel, gather your chariots, I'm about to send a rain. രാജാവിന്റെ വേഗതയുള്ള രഥത്തിലാണ് സഞ്ചരിച്ചത്. അവൻ ഏലിയാവിന് രഥമൊന്നുമില്ല, പക്ഷേ ആത്മാവിൽ സഞ്ചരിക്കുന്ന ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഏലിയാവിനെ കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ കരം അവന്റെ മേൽ ഇറങ്ങി വന്നു, അവൻ ആഹാബിന്റെ രഥത്തിന് മുന്നേ കയറിയോടി. The chariot of King Ahab had speed because they were in a chariot, but the Bible says Elijah did not have a chariot, but the hand of God came upon Elijah and gave him speed. He overtook the chariot of Ahab. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് നിന്റെ വേഗതയും വർദ്ധിപ്പിച്ചു തരും. In this time of worship, God is നീ giving you സക്കാൻ നിൽക്കുന്ന മേഖലകളിൽ ദൈവാത്മാവ് നിന്നെ ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന രാത്രിയാണ്. God is releasing യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരോടോ ദൈവം ഇന്ന് രാത്രി ഇടപെടുകയാണ്. നിന്റെ വേഗത വർദ്ധിക്കാൻ പോവുകയാണ്.
പറയുകയാ, God is speaking to someone here that you are going to gain speed. ഈ ഫിലിപ്പോസ് പിന്നെ അവനെ അസ്തോദി കണ്ടു. Philip was then later seen at another city. എന്റെ ബൈബിളിന്റെ അകത്ത് ട്രാൻസ്ലേഷൻ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. When I read the Bible in the original rendering from my Bible, I was amazed. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന ഫിലിപ്പോസ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, he found himself in അസ്തോദ്. അവൻ നോക്കിയവൻ അസ്തോദ് നിൽക്കുക. He found himself at this city. കണ്ടോടെ, ഇതുപോലെ ആത്മാവ് സഞ്ചരിക്കുന്നവൻ. This is the same for someone that walks in the spirit. സ്ഥലത്തിന്റെ പരിമിതികൾക്കോ സാഹചര്യത്തിനോ ആരോടോ ദൈവം രാത്രി ഇടപെടുകയാണ്. No boundary of any place can limit you. God is speaking. സ്ഥലത്തിന്റെ പരിമിതികൾക്കോ സാഹചര്യങ്ങൾക്കോ നിന്റെ കുടുംബത്തിൽ ആരും ഹല്ലേലൂയ ആ വേഗത സഞ്ചരിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ദൈവം നിന്നെ അവൻ ആ വേഗത സഞ്ചരിക്കാൻ കരുത്ത് ദൈവം പകർന്നു തരും. Nobody in your family may have tread with so much speed, but God is giving your feet speed to walk in those places. 10 വർഷം കൊണ്ട് പലരും നേടുന്നത് നീ ഒറ്റ വർഷം കൊണ്ട് നേടും. Things that people took 10 years to gain, you will ചിലർ gain it in 1 ആമേൻ year. പറഞ്ഞില്ല. Some of you didn't say amen. ആത്മാവിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണോ സ്തോത്രം ഹല്ലേലൂയ. പൗലോസിനെ ഒടുക്കി കളയാൻ ഒത്തിരി പേര് ശ്രമിച്ചു. Many people tried to destroy Peter. പക്ഷെ രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. But in that night the angel of the Lord came down. കുഞ്ഞെ നീ ഭയപ്പെടണ്ട. Child of God, don't be afraid. അവർ പലരും ശ്രമിച്ചോട്ടെ. Let them do what they are doing. നീ എനിക്ക് വേണ്ടി റോമിൽ നിൽക്കേണ്ടതാകുന്നു. But you are supposed to stand for me in Rome. പൗലോസ് പറഞ്ഞ പദമുണ്ട്, Paul said like this. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. May it be according to me, just as ഇന്ന് you have said. രാത്രി ആ പദം എന്ന് പറയാൻ അകത്ത് ഉൾക്കരുത്തുണ്ടോ? എന്നോട് പറഞ്ഞൊരു വാക്കത്തം അവശേഷിക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അവൻ വാക്കു മാറ്റുകയില്ലെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ എവിടെ സ്റ്റക്കായി നിന്നാലും ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവ് നിനക്ക് ജയം തരുന്ന രാത്രിയാണ്. No matter where you are stuck, God is giving you victory in those places. ഇന്ന് രാത്രി ആ കരങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുത്തേ. Can we raise our hands and thank the Lord? ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. കർത്താവേ അനുഗ്രഹിക്കട്ടെ.